ഹായ് ഫ്രണ്ട്സ്, മീൻ വാങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് അതിനുള്ളിലെ മീൻമുട്ട അഥവാ ഇണർ. ഇപ്പോൾ മത്തിയിലൊക്കെ ധാരാളമായി ഇണർ കാണുന്ന സമയമാണിത്. പോഷകങ്ങളുടെ വലിയൊരു കലവറ തന്നെയായ ഈ മീൻമുട്ട നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ ഇത് എപ്പോൾ മുതൽ നൽകാം, എങ്ങനെയാണ് അത് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി തയ്യാറാക്കി നൽകുക എന്നൊക്കെ പല അമ്മമാർക്കുമുള്ള സംശയമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മീൻമുട്ട കുട്ടികൾക്ക് നൽകുന്നതിനെ കുറിച്ചുള്ള ആ സംശയങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, B12 എന്നിവയടങ്ങിയ ഈ പോഷക കലവറ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് എപ്പോൾ മുതൽ നൽകാം, എങ്ങനെ നൽകണം എന്നതിനെക്കുറിച്ച് പല അമ്മമാർക്കും വലിയ സംശയമുണ്ട്. കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും കാഴ്ചശക്തിക്കും പ്രതിരോധശേഷി കൂട്ടാനും മീൻമുട്ട വളരെ മികച്ചതാണ്. കുട്ടികൾക്ക് ഇത് നൽകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം 1 വയസ്സ് കഴിഞ്ഞിട്ടാണ്. കാരണം അതിനു താഴെയുള്ള കുട്ടികൾക്ക് ഇത് ദഹിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ആദ്യമായി കൊടുക്കുമ്പോൾ തീരെ ചെറിയ അളവിൽ മാത്രം കൊടുക്കുക. കൂടാതെ കുട്ടിക്ക് ശരീരത്ത് ചൊറിച്ചിൽ, തടിപ്പുകൾ, വയറുവേദന പോലുള്ള എന്തെങ്കിലും അലർജി ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും വേണം. ഇനി ഇത് കുട്ടികൾക്കായി എങ്ങനെയാണ് പാകം ചെയ്യേണ്ടത് എന്ന് നോക്കാം. അമിതമായി എരിവും മസാലയും ചേർത്തുള്ള കറികൾ കുട്ടികൾക്ക് നൽകരുത്. അതിനായി ആദ്യം തന്നെ ഇണർ നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കുക. ശേഷം ഒരു ചീനച്ചട്ടിയിൽ അല്പം വെള്ളമൊഴിച്ച് ഈ മീൻമുട്ട അതിലേക്ക് വെച്ച് നന്നായി തിളപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി മീൻമുട്ട നന്നായി വെന്തു വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു മണവും സ്വാദും ലഭിക്കും. കുട്ടികൾക്ക് ഇത് കഴിക്കാൻ കൂടുതൽ താല്പര്യം തോന്നുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു കഷ്ണം തക്കാളിയും കറിവേപ്പിലയും കൂടി മിക്സാക്കുന്നത് നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെ കുട്ടിയുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി ഫ്ലേവറുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കിയ ശേഷം ഇത് നന്നായി ഉടച്ച് കുട്ടികളുടെ ചോറിലോ കഞ്ഞിയിലോ ചേർത്ത് നൽകാം. എപ്പോഴും നല്ല ഫ്രഷായ മീൻമുട്ട മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. പഴകിയ മുട്ടകൾ കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കണം. കുട്ടിയുടെ ദഹനശേഷി അനുസരിച്ച് മാത്രം വളരെ സാവധാനം ഇതിൻ്റെ അളവ് കൂട്ടുക. എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത കണ്ടാൽ ഉടൻ തന്നെ നൽകുന്നത് നിർത്തി ഡോക്ടറുടെ നിർദ്ദേശം തേടാനും മടിക്കരുത്. ശരിയായ രീതിയിൽ മിതമായ അളവിൽ ഇണർ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇത്തരം ആരോഗ്യപരമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.